ഡോക്ടർ, എന്താണ് ഈ വേദുകുളി? ഇപ്പോൾ പലർക്കും അറിയത്തില്ല. പിന്നെ അതുമല്ല, ഈ വേദ് വെള്ളം എന്ന് പറയുമ്പം ഭയങ്കര തിളച്ച വെള്ളമാണല്ലോ. ഇപ്പം നമ്മുടെ ബോഡിക്കൊക്കെ താങ്ങാൻ പറ്റുന്ന ഒരു ഇതെന്ന് പറഞ്ഞാൽ 45 ടു 55 ടെമ്പറേച്ചറാണ് നമ്മളെ ബോഡിക്ക് താങ്ങാൻ പറ്റുന്നത്. അപ്പോൾ അതിനേക്കാൾ തിളച്ച വെള്ളമല്ലേ ബോഡിയിൽ ഒഴിക്കുന്നത്. അപ്പം ഈ നോർമൽ ഡെലിവറി അല്ലാണ്ട് സിസേറിയൻ കഴിഞ്ഞ ആൾക്കാർക്കാണെങ്കിൽ സ്റ്റിച്ച് ഇപ്പം എന്ന് വെച്ചാൽ 2 സൈഡ് മാത്രമേ സ്റ്റിച്ചുള്ളൂ. പ്രൈവറ്റിലൊക്കെ ഒട്ടിപ്പാണ്. അപ്പം ആ സ്റ്റിച്ച് ഇളകാനോ അല്ലെങ്കിൽ മുറിവിന് ഇൻഫെക്ഷൻ ആവാനോ ഒക്കെ സാധ്യതയില്ല അങ്ങനെ ഒഴിക്കുമ്പോഴേക്കും? സോ അതിനുള്ള എക്സാക്ട് ഉത്തരം എന്ന് പറയുന്നത് നിങ്ങൾ പറഞ്ഞത് ശരി തന്നെയാണ്. നമുക്ക് ബോഡിക്ക് ഒരു ഹീറ്റിൻ്റെ ഒരു അക്സെപ്റ്റൻസിന് ഒരു പരിധി ഉണ്ടെന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ പഴയ രീതിയിൽ ഒരുപാട് തിളച്ച വെള്ളം ഒഴിക്കുന്നതിനോട് ഞങ്ങൾക്കും താല്പര്യമില്ലെന്നുള്ളത് തന്നെയാണ്. കാരണം ഒരു ഹീറ്റ് അല്ലെങ്കിൽ ഒരു ഹോട്ട് വാട്ടർ ബാത്ത് തന്നെയാണ് വേണ്ടത് ജനറൽ ഒരു ഇതിന്. അപ്പോൾ അത് ഒരല്പം ഇച്ചിരി കൂടി നിന്നാലും പ്രശ്നമില്ല, നമുക്ക് താങ്ങാൻ പറ്റുന്നത്. അതായത് നമുക്ക് ചെയ്യുന്ന ആളുടെ സ്കിന്നിനും ഫിസിക്കലിയും മെൻ്റലിയും. കാരണം തിളച്ച വെള്ളം ആണ് ഇതല്ലെങ്കിൽ എന്തോ വെള്ളം കൊണ്ട് ഒഴിക്കുന്നു എന്ന് പറഞ്ഞിട്ട് മാത്രം മാറി നിൽക്കുന്ന ഒരുപാട് ലേഡീസ് ഉണ്ട് ഈ പ്രസവരക്ഷയ്ക്ക്. അങ്ങനെ ഞങ്ങൾക്ക് എക്സ്പീരിയൻസ് കിട്ടിയത് കൊണ്ടാണ് അത് അറിയാൻ പറ്റിയത്. കാരണം എന്തിനാണ് ഇത്ര തിളച്ച വെള്ളം ഒഴിക്കുന്നത്, എനിക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ടൊക്കെ നിൽക്കുന്നത്. പക്ഷെ ചില വീടുകളിൽ നമ്മളെ കുറച്ചുകൂടെ പ്രായമായവർ ഞങ്ങളെ ഫോഴ്സ് ചെയ്യാറുണ്ട്, ഇത് ഇത്ര പോരാ, ഇത് നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് കേൾക്കുന്നതുണ്ട്. കുറച്ചുകൂടെ വെള്ളം ചൂടാക്കണം അല്ലെങ്കിൽ ഇത്രയും തിളച്ചൊഴിക്കണം. അതിനോട് ഞങ്ങൾക്കും യോജിപ്പില്ലെന്നുള്ളത് തന്നെയാണ്. നമുക്കൊരു ഹീറ്റ് അല്ലെങ്കിൽ ഹോട്ട് വാട്ടർ ബാത്ത് നമുക്ക് ആവശ്യമാണ്. മെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വാട്ടർ ബാത്ത് ആണെങ്കിൽ ഹെൽപ്പ് ചെയ്യും. ആൻഡ് ഈ സ്റ്റിച്ചിൻ്റെ കാര്യം എന്നുള്ളത് അതിൽ വളരെ നമുക്ക് ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു കാര്യം കൂടെയാണ്. ഒരുപാട് തിളച്ച വെള്ളമൊന്നും നമ്മൾ സ്റ്റിച്ചിലോട്ടൊന്നും ഹീലിംഗ് ടൈമിൽ ഇത്രയും ഹീറ്റ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ നമ്മൾ കൊടുക്കും, അല്ലെങ്കിൽ അവിടെ ആ ഭാഗത്ത് എണ്ണ ഉപയോഗിക്കുന്നതോ ഈ പറയുന്ന ചൂടുവെള്ളം ഉപയോഗിക്കുന്നതോ അതിൻ്റെ ഹീലിങ്ങിനെ സ്റ്റോപ്പ് ചെയ്യുന്നുള്ളത് ഷുവറാണ്. അപ്പോൾ നമ്മൾ ആ സമയത്ത് അല്ലെങ്കിൽ സ്റ്റിച്ചിൻ്റെ ഒരു ഹീലിംഗ് കംപ്ലീറ്റ് ആയി തുടങ്ങുന്ന സമയത്ത് മാത്രമേ നമ്മൾ ഈ ഒരു വെള്ളത്തിൻ്റെ പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ എന്നുള്ളതാണ് വാസ്തവം. ഇല്ലെങ്കിൽ അത്ര എഫിഷ്യൻ്റ് ആയിട്ടൊക്കെ ചെയ്യുന്നവർ ചിലരുടെ വീട്ടിലുണ്ടെങ്കിൽ മാത്രം ആ ഭാഗങ്ങളിൽ ആ വെള്ളം കൊള്ളാതെ ചെയ്യാനായിട്ട് പറ്റുന്നുള്ളവരുണ്ടെങ്കിൽ മാത്രമാണ് അത് പ്രൊമോട്ട് ചെയ്യേണ്ടതെന്നുള്ളതാണ് ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളത്. ആൻഡ് ഹീറ്റ് എന്ന് പറയുന്നത് യുണീക്ക്ലി എനിക്ക് തോന്നുന്നത് അത് ഇത്രയും ഭയങ്കര തിളച്ച വെള്ളം ഒഴിക്കണമെന്നുള്ളതിനോട് ഞങ്ങൾ യോജിക്കുന്നില്ല, അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യമില്ലെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്.